നമ്മുടെ തൊഴിലാണ്, നമ്മളത് ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു സെൻസർ ബോർഡുണ്ട്, അവരല്ലേ നിയന്ത്രിക്കുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം എങ്ങനെ ഒരു അഭിനേതാവ് ഏറ്റെടുക്കുന്നത്? നമ്മുടെ ജോലി എന്താണ്? ഒരു സംവിധായകൻ പറയുന്ന അതേപോലെ അഭിനയിച്ച് കാണിക്കുക അല്ലേ? അതിനല്ലേ നമ്മളവിടെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളെങ്ങനെ കുറ്റക്കാരാവും? അത് ഏത് രീതിയിലാവും? അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾ കൂടിയാണ് അവർ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുള്ളിലുള്ള ഒരു കാര്യമല്ലേ. ഞാനിപ്പോൾ പൊതുമധ്യത്തിലുള്ളൊരു കാര്യമാണല്ലോ സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ഞങ്ങളെല്ലാവരും അത് മത്സരത്തിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അത് നമ്മൾ മത്സരിക്കാനുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഉള്ളിലുള്ള അംഗങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക. അത് ഞങ്ങളുടെ അംഗങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക. അത് ഞങ്ങൾക്കുള്ളിലുള്ള ഒരു ആൾക്കാരെ ആരവരെ സേവിക്കണം, ആരവർക്ക് സേവനം അനുഷ്ഠിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കും. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് ദയവ് ചെയ്ത്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഞങ്ങൾ പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഇത് പൊതുമണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അഭിനയിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക്, പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എന്നിട്ട് ഇത്തരം വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളതിനകത്തേക്ക് വന്ന് അവർ ആ വിഷമങ്ങൾ മനസ്സിലാക്കിയോ? ഇന്നലെ എന്നെ വന്നിട്ട് ഞങ്ങളുടെ ഒരു സീനിയർ ആക്ട്രസ് ഓമന ചേച്ചി ഇതൊന്ന് വിളിച്ചു, മോനെ എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടത്തിൽ വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കാൻ അവരുടെ മക്കൾക്കൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുക. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുക. എല്ലാ അഭിനേതാവിനും അവരുടെ മുന്നിൽ വന്നിട്ട് ഇനി എന്ത് ചെയ്താലും ആർക്ക് വേണമെങ്കിലും വന്ന് ഇതിനെതിരെ വന്ന് പ്രതികരിച്ച് ഒരു കേസ് കൊടുത്ത് നമ്മളെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ തൊഴിലല്ലേ ഇത്. ഞങ്ങൾ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതാണ്, ഞങ്ങൾ ഈ കലയ്ക്ക് വേണ്ടി വന്നവരാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? എപ്പോൾ നോക്കിയാലും പേടിച്ച് ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ ഇതേപോലെ ഓരോരുത്തരും വന്നിട്ട് എങ്ങനെയും അവരുടേതായ അവർ ജനിക്കുന്ന കുബുദ്ധികളിൽ എല്ലാ കാര്യത്തിനും വക്രീകരിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ വന്നിട്ട് കുറ്റവാളികളാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേര് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ നമുക്ക് നടക്കാനോ നമ്മുടെ ഫാമിലി ഇതിന് അവരെന്തിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാരം പേറണം? അതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ അതിൻ്റെ വിഷയത്തിൽ നിന്ന് മാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവും. നമ്മുടെ ചിന്ത ഒറ്റ കാര്യമുള്ളൂ, അഭിനേതാവിന് അവൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അവൻ നിയമാനുസൃതമാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചതാണ്. ഞങ്ങൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടും. ഇനി ഏതെങ്കിലും ഒരുത്തന് ഇതുപോലെ വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവന് നേരെ ഞങ്ങൾ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നതിന് ഒരു സംശയം വേണ്ട. അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകൾ അത് ആ വിഷയം നിങ്ങൾ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇപ്പോൾ എടുക്കല്ലേ. നേതൃസ്ഥാനം അല്ലല്ലോ ഇവിടുത്തെ വിഷയം അഭിനയിക്കുന്ന ഒരുത്തൻ വന്ന് കുബുദ്ധികളാൽ വക്രീകരിക്കപ്പെട്ടതല്ലേ ഇവിടുത്തെ വിഷയം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചിന്തിക്കാതിരിക്കുന്നു? അതാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആകുലത. ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കണ്ടേ? അതിനിടയിലേക്ക് നിങ്ങൾ മറ്റ് വിഷയങ്ങളെ നിങ്ങൾ കൂട്ടിക്കടത്താതിരിക്കുക. അത് ഞങ്ങളുടെ അംഗങ്ങൾ തീരുമാനിച്ചോളില്ലോ, ഇല്ലേ? അത് ഞങ്ങളുടെ അംഗങ്ങൾക്കറിയാം വിവേചനം. ഓൾ ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് പോകുന്ന ഒരു സംഘടനയാണ് അമ്മ. ഞങ്ങൾ എപ്പോൾ നോക്കിയാലും പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതില്ല, ഒരുമിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കും. ഞങ്ങളുടെ ഒരു വികൃതമായ ഒരു കാര്യങ്ങളില്ല. ഞങ്ങൾ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ ആലോചിച്ച് അതിന് വേണ്ട എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഒരുമിച്ച് തന്നെ ഞങ്ങൾ വന്നിട്ട് അതിനെതിരെ പോരാടും. ഈ സ്വാഭാവികമായിട്ട് ഇത്തരം പരാതി വരുമ്പോൾ എതിരായി മത്സരിക്കുന്ന ആളെയല്ലേ സംശയത്തിന് നേടില്ല? അങ്ങനെ ഒരു അങ്ങനെ എന്തായി പറയണ അല്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് തെറ്റായിട്ട് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെല്ലാം വന്നിട്ട് ഈ കല തിരഞ്ഞെടുക്കുമ്പോൾ ഈ കല എന്ന് പറയുന്നതിലേക്ക് ഞങ്ങൾ വരാനെടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളിലൊരു ആത്മാഭിമാനമുണ്ട്, മനസ്സിലായി? ഞങ്ങളിൽ അല്ല അതിപ്പോൾ നമ്മൾ അതിനെ പറയാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഞാൻ ആരുടെ പേര്? അദ്ദേഹം എത്ര ജെന്റിൽമാനാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഉണ്ടാവുമോ? അതെല്ലാവർക്കും അറിയാം. അതല്ലല്ലോ നടന്ന ഈ ഇദ്ദേഹം ആരാന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. ഇതിന് കൂട്ടിക്കുഴയ്ക്കല്ലേ? അത് തെറ്റായിട്ടുള്ളൊരു നടപടി തന്നെയാണ്. അങ്ങനെ വന്നിട്ട് ഈ പറയുന്ന ഇതിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറാൻ നമ്മൾ സമ്മതിക്കില്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവകാശമാണ്.